നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് വാട്സാപ്പിലൂടെ 21-കാരിയെ മുത്തലാഖ് ചൊല്ലി ഭർത്താവ്. കല്ലൂരാവി സ്വദേശിനിയായ യുവതിയെ നെല്ലിക്കട്ട സ്വദേശി അബ്ദുൾ റസാഖാണ് വാട്സാപ്പ് സന്ദേശത്തിലൂടെ മുത്തലാഖ് ചൊല്ലിയത്. കാഞ്ഞങ്ങാട് ബംഗ്ലാദേശ് പൗരൻ അറസ്റ്റിൽ. ബല ആലയിൽ പൂടംകല്ലിലെ ക്വാർട്ടേഴ്സിൽ അനധികൃതമായി താമസിച്ചു വരികയായിരുന്ന അത്യാർ റഹ്മാനെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡാണ് അറസ്റ്റ് ചെയ്തത്. കാസർഗോഡ് സ്കൂളിൽ 10ാം ക്ലാസ് സെന്റ് ഓഫ് ആഘോഷമാക്കാൻ കഞ്ചാവ് പാർട്ടി. കാസർഗോഡ് സ്റ്റേഷൻ പരിധിയിലെ ഒരു സ്കൂളിലെ കുട്ടികളാണ് കഞ്ചാവ് പാർട്ടി നടത്തിയത്. 2.5 പതിറ്റാണ്ട് കഴിഞ്ഞെത്തിയ തൃക്കരിപ്പൂർ രാമവല്യം കഴകം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ രേഖപ്പെടുത്തലുകൾ ഉൾപ്പെടുത്തിയുള്ള വില്ലകം സുവനീർ പ്രകാശനം ചെയ്തു. ചെങ്കള പഞ്ചായത്ത് നാരമ്പാടിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ തീപിടുത്തത്തിൽ ഒഴിവായത് വൻ ദുരന്തം. സംഭവത്തിൽ വിദ്യാനഗർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോഴമ്പള്ളൂർ മണ്ഡലം വയമ്പ് ആനക്കല്ല് വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം സംഘടിപ്പിച്ചു. കളൂത്ത് എക്കാൽ തറവാട് ശ്രീ മനാട്ടുകുലവൻ ദേവസ്ഥാനം തേങ്കെട്ട് മഹോത്സവത്തിന് 9-ന് തുടക്കമാവും. ജൈവ വെള്ളരി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. പൂച്ചക്കാട് ശാഖ മുസ്ലിം ലീഗ് KMCC എന്നിവർ സംയുക്തമായി റംസാൻ കിറ്റ് വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് വാട്സാപ്പിലൂടെ 21-കാരിയെ മുത്തലാഖ് ചൊല്ലി ഭർത്താവ്. കല്ലൂരാവി സ്വദേശിനിയായ യുവതിയെ നെല്ലിക്കട്ട സ്വദേശി അബ്ദുൾ റസാഖാണ് വാട്സാപ്പ് സന്ദേശത്തിലൂടെ മുത്തലാഖ് ചൊല്ലിയത്. സ്ത്രീധനം ആവശ്യപ്പെട്ട് നിരന്തരം ഉപദ്രവിക്കാറുണ്ടെന്നും പെൺകുട്ടി. സംഭവത്തിൽ ഹോസ്ദുർഗ് പോലീസിൽ പരാതി നൽകി പെൺകുട്ടിയുടെ കുടുംബം. ലോകത്താരോടെ കാനത്തൊന്നും കഴിക്കുന്നില്ല. കാനത്ത് കഴിച്ചെങ്കിൽ അതേപോലെ രീതിയിൽ നിൽക്കണോ, പറഞ്ഞ പോലെ കേട്ടിട്ട് നിൽക്കണോ? ഇങ്ങനെ മാനസിക രോഗാക്കി 3 കൊല്ലം ഞാൻ സഹിക്കുന്നത്. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവുന്നില്ലേ? അല്ലേ? വേണ്ടതല്ലെങ്കിൽ വേണ്ടതല്ലേ? വേണ്ട. നിങ്ങളോട് തന്നെ പറയുന്നത്, നിങ്ങൾ ഉപ്പാടെ പറയുന്നത് തലാക്ക് 3 തലാക്ക് ഞാൻ ചൊല്ലി. എനിക്ക് നിങ്ങളെ മോള് വേണ്ട. ഓക്കെ, നിങ്ങൾ കാനത്ത് കഴിച്ചോണ്ട് ഞാൻ പറഞ്ഞു. ഓക്കെ. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട നെല്ലിക്കട്ട സ്വദേശി അബ്ദുൾ റസാഖിനെ 2022 ഓഗസ്റ്റ് 11-നാണ് കല്ലൂരാവി സ്വദേശിനിയായ പെൺകുട്ടി നിയമപ്രകാരം വിവാഹം കഴിച്ചത്. പിന്നീട് ഭർത്താവിന്റെ വീട്ടിലായിരുന്നു താമസം. സ്ത്രീധനമായി 50 പവൻ ആവശ്യപ്പെട്ടിരുന്നതായി യുവതി പറയുന്നു. എന്നാൽ നിർധനരായ കുടുംബത്തിന് ബന്ധുക്കളുടെ സഹായത്തോടെ 20 പവൻ സ്വർണം മാത്രമേ നൽകാനായുള്ളൂ. പിന്നീട് ഇതേ ചൊല്ലിയായിരുന്നു നിരന്തരം ഉപദ്രവമെന്ന് പെൺകുട്ടി പറയുന്നു. മുറിയിൽ പൂട്ടിയിട്ട് ഉപദ്രവിക്കാറുണ്ടായിരുന്നു. പെൺകുട്ടി വീട്ടുകാരിൽ നിന്നുള്ള ഉപദ്രവം സഹിക്കാൻ കഴിയാതെ വിവരം ഭർത്താവിനെ അറിയിച്ചതോടെ തൻ്റെ കയ്യിലുള്ള സ്വർണം വിൽപ്പന നടത്തി വിദേശത്തേക്ക് കൊണ്ടുപോകാമെന്നായിരുന്നു വിശ്വസിപ്പിച്ചത്. ഇതേ തുടർന്ന് സ്വർണം വിൽപ്പന നടത്തി 12 ലക്ഷത്തോളം രൂപ ബാങ്ക് അക്കൗണ്ട് വഴി ഭർത്താവിന് അയച്ചു കൊടുത്തു. പിന്നീട് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു പെൺകുട്ടിയുടെ പിതാവിന്റെ വാട്സപ്പിൽ മുത്തലാഖ് ചൊല്ലിയുള്ള ശബ്ദ സന്ദേശം എത്തുന്നത്. ഭർത്താവ് ഫോണിലൂടെ വിളിച്ച് നേരിട്ട് തന്നോട് മുത്തലാഖ് ചൊല്ലിയതായും യുവതി പറയുന്നു. സംഭവത്തിൽ കാഞ്ഞങ്ങാട് പോലീസിൽ കുടുംബം പരാതി നൽകി. മുത്തലാഖ് നിരോധന നിയമം നിലവിൽ വന്നതിനു ശേഷം ജില്ലയിൽ രജിസ്റ്റർ ചെയ്യുന്ന ആദ്യ കേസ് കൂടിയാണോ ഇത്? ഉപ്പാനോട് വോയിസ് ക്ലിപ്പായിട്ട് വാട്സപ്പിൽ സന്ദേശം അയച്ചതാണ്. നിന്നെ 3 തലാക്കും ചൊല്ലി എന്നിട്ട് ഇതിൻ്റെ പിന്നിൽ കളിച്ചത് എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മാവും 2 പെങ്ങന്മാരും പിന്നെ ഉപ്പാൻ്റെ ഏട്ടൻ്റെവരാണ്. ഭർത്താവിൻ്റെ വീട്ടുകാർ സ്ത്രീധനം തന്നിട്ടാന്നിട്ട് കുറേ പറയാൻ തുടങ്ങിയിനി. ആ സമയത്തിൽ ഭർത്താവ് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. ഈ 1 മാസമാണ് ഭർത്താവ് എന്നെ കാണാൻ കഴിയാത്ത പോലെ ആയതും ഇവരെ വാക്ക് കേട്ടിട്ട് എന്നെ ഫോണിൽ ഇനി നിന്നെ എനിക്ക് വേണ്ട, പിന്നെ പൈസ ഞാൻ അങ്ങോട്ടേക്ക് അയച്ചു കൊടുത്തിന് IDB ബാങ്കിൽ നിന്ന് 5,56,000 ഒരിക്കൽ അയച്ചു കൊടുത്ത് 591 അത് ഗൾഫിലേക്ക് അയച്ചു. കേസ് ഫയൽ ചെയ്യാൻ പറഞ്ഞ് നാളെ ഇപ്പോൾ കോടതിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. കേസുമായി മുന്നോട്ട് പോകാൻ തന്നെ കുറേ ക്ഷമിച്ച് കുറേ അവരെ കാല് വരെ പിടിച്ച് നേരാകുക, ഇനി എന്ത് ഇതാക്കല്ലാന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവർക്ക് ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് ഇതില്ല. തലാക്ക് ചെല്ലിയത് ഫോൺ വഴി
കാരണമില്ലാതെ ചെല്ലിയത്. നീതി ലഭിക്കും വരെ നിയമ പോരാട്ടം തുടരാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ബംഗ്ലാദേശ് പൗരൻ അറസ്റ്റിൽ. ബെല്ല ആലയിൽ പൂടംകല്ലിലെ ക്വാർട്ടേഴ്സിൽ അനധികൃതമായി താമസിച്ചു വരികയായിരുന്ന അത്യാർ റഹ്മാനെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡാണ് അറസ്റ്റ് ചെയ്തത്. ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ബെല്ല ആലയിൽ പൂടംകല്ലിലെ ക്വാർട്ടേഴ്സിൽ അനധികൃതമായി താമസിച്ചു വരികയായിരുന്ന ബംഗ്ലാദേശ് പൗരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അത്യാർ റഹ്മാൻ എന്നയാളെ ഹോസ്ദുർഗ് പോലീസിന്റെ സഹായത്തോടെ കണ്ണൂരിൽ നിന്നും എത്തിയ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ കൈവശമുണ്ടായിരുന്ന തിരിച്ചറിയൽ കാർഡിൽ സാബിർ ഷെയ്ഖ് നാദിയ എന്ന പേരാണ് ഉണ്ടായിരുന്നത്. ഇത് വ്യാജമായി ഉണ്ടാക്കിയതാണെന്ന് പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായി. ഒറിജിനൽ രേഖകൾ എവിടെയാണെന്ന് അന്വേഷണ സംഘം ചോദിച്ചപ്പോൾ യാത്രക്കിടയിൽ നഷ്ടപ്പെട്ടുവെന്ന മറുപടിയാണ് അത്യാർ റഹ്മാൻ നൽകിയത്. പശ്ചിമ ബംഗാളിൽ ബന്ധുക്കൾ ഉണ്ടായിരുന്നുവെന്നും അവരെല്ലാം മരിച്ചുപോയതായും യുവാവ് മൊഴി നൽകി. യുവാവിന്റെ ഒളിവുവാസം അധികൃതർ ഗൗരവത്തിലെടുത്തിട്ടുണ്ട്. ബംഗ്ലാദേശ് പൗരന്മാരായ നിരവധി പേർ പശ്ചിമ ബംഗാൾ സ്വദേശികൾ എന്ന വ്യാജേന കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിച്ചു വരുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ATS കാഞ്ഞങ്ങാട്ടെത്തി സാബിർ ഷെയ്ഖ് നാദിയയെ പിടികൂടിയത്. അതേസമയം മതിയായ രേഖകളില്ലാതെ താമസ സൗകര്യം നൽകുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ഹോസ്ദുർഗ് DYSP ബാബു പെരിങ്ങേത്ത് മുന്നറിയിപ്പ് നൽകി. ഒറിജിനൽ രേഖ പരിശോധിച്ച ശേഷം അതിന്റെ കോപ്പി വാങ്ങി അതാത് പോലീസ് സ്റ്റേഷനുകളിൽ അറിയിക്കണമെന്നും അല്ലാത്തപക്ഷം കെട്ടിട ഉടമകളെ കൂടി ഇത്തരം കേസുകളിൽ പ്രതി ചേർക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബംഗ്ലാദേശ് പൗരന്മാരായ നിരവധി പേർ പശ്ചിമ ബംഗാൾ സ്വദേശികൾ എന്ന വ്യാജേന കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിച്ചു വരുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ATS കാഞ്ഞങ്ങാട്ടെത്തി സാബിർ ഷെയ്ഖ് നാദിയയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് സ്കൂളിൽ 10ാം ക്ലാസ് സെന്റ് ഓഫ് ആഘോഷമാക്കാൻ കഞ്ചാവ് പാർട്ടി. കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു സ്കൂളിലെ കുട്ടികളാണ് കഞ്ചാവ് പാർട്ടി നടത്തിയത്. കഞ്ചാവ് ഉപയോഗിക്കുകയും കൈവശം വയ്ക്കുകയും ചെയ്തതിന് സ്കൂൾ വിദ്യാർത്ഥികളുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് പോലീസ് തയ്യാറാക്കി. വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തിയ കളനാട് സ്വദേശി KK സമീറിനെ അറസ്റ്റ് ചെയ്തു. NDPS ആക്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്നിവ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പിടികൂടുന്നതിനിടെ സമീർ പോലീസിനെ ആക്രമിക്കുകയും ഭക്തശൈവൻ എന്ന പോലീസുകാരന് പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന രഹസ്യ വിവരം പോലീസിന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവി D ശിൽപ IPSന്റെ നിർദ്ദേശപ്രകാരം ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന രഹസ്യവിവരം പോലീസിന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവി D ശിൽപ IPSന്റെ നിർദ്ദേശപ്രകാരം ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം മേൽപ്പറഞ്ഞ സ്കൂൾ വിദ്യാർത്ഥികളുടെ SLC സെന്റ് ഓഫ് പാർട്ടിക്ക് ലഹരി ഉപയോഗം ഉണ്ടെന്ന വിവരം സ്ഥിരീകരിക്കുകയും കാസർഗോഡ് DYSP സുനിൽകുമാർ CKയുടെ മേൽനോട്ടത്തിൽ കാസർഗോഡ് സബ് ഇൻസ്പെക്ടർ പ്രതീഷ് കുമാർ MP നേതൃത്വത്തിലുള്ള വനിതാ പോലീസ് അടക്കമുള്ള സംഘം സ്കൂളിൽ പരിശോധന നടത്തുകയും സംശയം തോന്നിയ വിദ്യാർത്ഥികളെ പരിശോധിച്ചതിൽ കഞ്ചാവ് കണ്ടെത്തുകയുമായിരുന്നു. സ്കൂളുകൾ കേന്ദ്രീകരിച്ച മയക്കുമരുന്ന് വിൽപ്പന നടപടികൾ ശക്തമാക്കി കാസർഗോഡ് പോലീസ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 2.5 പതിറ്റാണ്ട് കഴിഞ്ഞെത്തിയ തൃക്കരിപ്പൂർ രാമവല്യം കഴകം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ രേഖപ്പെടുത്തലുകൾ ഉൾപ്പെടുത്തിയുള്ള വില്ലകം സുവനീർ പ്രകാശനം ചെയ്തു. നിയമസഭാ സ്പീക്കർ AN ഷംസീർ പ്രകാശനം നിർവഹിച്ചു. പുതിയ കാലത്ത് തലമുറ വഴിതെറ്റിപ്പോകുന്ന ദയനീയ കാഴ്ചയാണ് സമൂഹത്തിൽ നടക്കുന്നതെന്നും ലഹരി വസ്തുക്കളുടെ അടിമകളായി അരാജകത്വത്തിലേക്ക് യുവജനത മാറ്റപ്പെടുകയാണെന്നും കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ അഭിപ്രായപ്പെട്ടു. യൗവനത്തെ ശരിയായ ദിശയിലെത്തിക്കാൻ അവരുടെ ഊർജത്തെ കായിക മേഖലയിലേക്ക് തിരിച്ചുവിടുകയാണ് ഒരു ഉപാധിയെന്നും അദ്ദേഹം പറഞ്ഞു. 2.5 പതിറ്റാണ്ട് കഴിഞ്ഞെത്തിയ തൃക്കരിപ്പൂർ രാമവല്യം കഴകം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ രേഖപ്പെടുത്തലുകൾ ഉൾപ്പെടുത്തിയുള്ള വില്ലകം സുവനീർ പ്രകാശനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. 25 വർഷം മുമ്പ് ഒരുപക്ഷെ ഈ സുവനീർ കമ്മിറ്റിയുടെ സംഘാടകനാരായിരിക്കും ഈ ഓഡിയൻസിനകത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു സാധാ വാളണ്ടിയറായിരിക്കും. ഈ ഇരിക്കുന്ന ചെറുപ്പക്കാരൻ നിരാശപ്പെടേണ്ട, വളണ്ടിയറായി പ്രവർത്തിക്കുക. അടുത്ത 25 കൊല്ലം പോലും നിങ്ങളായിരിക്കും ഇതിന്റെ മേൽപ്പത്തിരിക്കുന്നുണ്ടാവുക. അപ്പോൾ 25 കൊല്ലത്തെ ഗ്യാപ്പാണ്. 25 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇവിടെ പെരുങ്കളിയാട്ടം നടക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലെ പെരുങ്കളിയാട്ടമൊന്നുമില്ല. ഞങ്ങളുടെ നാട്ടിൽ എല്ലാ വർഷവും ഉത്സവമുണ്ട്, എല്ലാ വർഷവും. വി ഗോപാലൻ, PP കുമാരൻ, AV കുഞ്ഞിരാമൻ, കുണ്ടാരണ്ട് ഗോവിന്ദൻ, KK കുഞ്ഞികൃഷ്ണൻ, K കുഞ്ഞിരാമൻ എന്നിവർ ഏറ്റുവാങ്ങി.
സുവനീർ കമ്മിറ്റി ചെയർമാൻ TV ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പത്രാധിപർ ഡോക്ടർ VPP മുസ്തഫ സുവനീർ പരിചയപ്പെടുത്തി. സുവനീർ കമ്മിറ്റി കൺവീനർ C ദാമോദരൻ, ജോയിന്റ് കൺവീനർ A ബാബുരാജ് എന്നിവർ സംസാരിച്ചു. സുവനീർ ഒരുക്കുന്നതിൽ പങ്കാളിത്തം വഹിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം മഞ്ചേശ്വരം MLA AKM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ചെങ്കള പഞ്ചായത്ത് നാരമ്പാടിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ തീപിടുത്തത്തിൽ ഒഴിവായത് വൻ ദുരന്തം. സംഭവത്തിൽ വിദ്യാനഗർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് സംഭവം. കാരമൂലയിലെ KM ഇബ്രാഹിം, B ഫാത്തിമ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള 4 ഏക്കറോളം വരുന്ന സ്ഥലമാണ് കത്തി നശിച്ചത്. കാസർഗോഡ് നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് മണിക്കൂറുകളോളം നീണ്ട പ്രയത്നത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കിയത്. സ്ഥലത്തുണ്ടായിരുന്ന മരങ്ങൾ കത്തി നശിച്ചു. കൂടാതെ 2 വർഷവും 3 വർഷവും പ്രായമായ 1000-ലധികം മഹാഗണി മരത്തൈകളും കശുമാവിൻ തൈകളും കത്തി നശിച്ച നിലയിലാണ്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. മുൻ വർഷങ്ങളിലും ഇവിടെ തീപിടുത്തമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന തീപിടുത്തം കരുതിക്കൂട്ടിയിട്ടതാകാമെന്ന സംശയത്തിലാണ് നാട്ടുകാർ. പരിസരത്തുള്ള വീടുകളിലേക്കും മറ്റ് കൃഷിഭൂമിയിലേക്കും തീ പടരാതിരിക്കാൻ നാട്ടുകാർ കാണിച്ച സംയോജിത ഇടപെടലിനെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പ്രശംസിച്ചു. കാസർഗോഡ് അഗ്നിരക്ഷാ നിലയത്തിലെ സീനിയർ ഫയർ ഓഫീസറായ സുഗുവിന്റെ നേതൃത്വത്തിൽ ഫയർമാൻമാരായ പ്രജിത്ത്, അജീഷ്, സതീഷ്, LB, അനുശ്രീ, കൃഷ്ണൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോടോംബേളൂർ മണ്ഡലം വയമ്പ്, ആനക്കല്ല് വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോടോംബേളൂർ മണ്ഡലം വയമ്പ്, ആനക്കല്ല് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ഇന്നിപ്പോൾ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിക്ക് കർഷകന്റെ പ്രയാസം അറിയില്ല, കർഷകന്റെ പ്രശ്നങ്ങൾ അറിയില്ല. ഇന്നും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കാത്ത രാജ്യം. 1-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജിജോ മോൻ KC അധ്യക്ഷത വഹിച്ചു. 19-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബാബു പാടിയിൽ സ്വാഗതം പറഞ്ഞു. BP പ്രദീപ് കുമാർ, PV സുരേഷ്, PV മധുസൂദനൻ ബാലൂർ, B ബാലകൃഷ്ണൻ, A കുഞ്ഞിരാമൻ, A വാസുദേവൻ നായർ, V നാരായണൻ, ANC ജോസഫ്, രാജേഷ് പണാംകൊട്, T പ്രമീള, സജി തമ്പാൻ പാടിയിൽ, വേണുഗോപാലൻ, കരുണാകരൻ, KT രാമകൃഷ്ണൻ, P പങ്കജാക്ഷി തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, രാജപുരം. കേളോത്ത് എക്കാൽ തറവാട് ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനം തെയ്യങ്കിട്ട മഹോത്സവത്തിന് 9-ന് തുടക്കമാവും. ജൈവ വെള്ളരി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. അടൂട്ട് മുത്തേടത്ത് കുതിര പഴയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്തിന്റെ പരിധിയിൽ വരുന്ന എക്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനം നാളുകളുടെ കാത്തിരിപ്പിന് ശേഷമാണ് വയനാട്ടുകുലവൻ തെയ്യങ്കിട്ട മഹോത്സവത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത്. മാർച്ച് 9 മുതൽ 13 വരെ തീയതികളിൽ നടക്കുന്ന തെയ്യംകെട്ട് മഹോത്സവത്തെ ജനകീയ ഉത്സവമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് നാട്. ഉത്സവത്തിന്റെ ഭാഗമായി നാട്ടുകാരുടെയും കുടുംബശ്രീ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ കേളോത്ത്, പൊള്ളക്കട വയലുകളിലൊരുക്കിയ ജൈവ വെള്ളരി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. പെരിയാർ കൃഷി ഓഫീസർ ജയപ്രകാശ് K ഉദ്ഘാടനം ചെയ്തു. കൃഷി അസിസ്റ്റന്റ് ഓഫീസർ മണി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീത, വാർഡ് മെമ്പർ പ്രീതി, ജനറൽ കൺവീനർ K കുഞ്ഞിരാമൻ, ട്രഷറർ രവി മടിയൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ഇവിടെ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിൻ്റെ ഭാഗമായി ഈ കളോത്ത് വയലിൽ നടത്തിയ ഈ വിളവെടുപ്പ് നിങ്ങളുടെ മാസങ്ങളോളമുള്ള പ്രവർത്തനത്തിൻ്റെ വളരെ ഒരു റിസൾട്ടാണ് ഇവിടെ കാണുന്നത്. വളരെ നല്ലൊരു വിളവാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ കൃഷിഭവന് നിങ്ങൾക്ക് എല്ലാവിധ സഹകരണങ്ങളും നൽകുന്നതാണ്. മാർച്ച് 9-ന് കലവറ നിറയ്ക്കൽ ചടങ്ങ് നടക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തും. മാർച്ച് 12-ന് ബുധനാഴ്ച കണ്ടനാർ കേളൻ തെയ്യത്തിന്റെ വെള്ളാട്ടം, തുടർന്ന് ബപ്പിടൽ ചടങ്ങ്. സമാപന ദിവസമായ മാർച്ച് 13-ന് കാർന്നോൻ, കോരച്ചൻ, കണ്ടനാർ കേളൻ, വയനാട്ടുകുലവൻ, വിഷ്ണുമൂർത്തി എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി അനുഗ്രഹം ചൊരിയും. വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ പരമപവിത്രമായ ചുട്ടൊപ്പിക്കൽ ചടങ്ങ് നടക്കും. രാത്രിയിൽ മറപിളർക്കൽ ചടങ്ങ്, തുടർന്ന് കൈവീതോടുകൂടി വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന് സമാപനമാകും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Break the mold. Embrace your uniqueness.
Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുക. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം കാഞ്ഞങ്ങാട്. വസ്ത്രവിസ്മയങ്ങളിലെ പുതുമകൾ കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സ് വ്യത്യസ്തങ്ങളായ പട്ടുസാരികൾ, വെഡ്ഡിംഗ് ഗൗണുകൾ, ലെഹങ്കകൾ, ലാച്ചകൾ തുടങ്ങിയവയുടെ വിസ്മയ കളക്ഷനുകളും ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. പൂച്ചക്കാട് ശാഖ മുസ്ലിം ലീഗ് KMCC എന്നിവർ സംയുക്തമായി റംസാൻ കിറ്റ് വിതരണം സംഘടിപ്പിച്ചു. വിതരണ ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. CH സെന്ററുകൾ വഴി മുസ്ലിം ലീഗ് ജാതിമത ഭേദമന്യേ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി അഭിപ്രായപ്പെട്ടു. പൂച്ചക്കാട് ശാഖ മുസ്ലിം ലീഗ് KMCCയുമായി സംയുക്തമായി നടത്തുന്ന റംസാൻ റിലീഫ് അർഹമ 2025 ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരാൻ പോകുന്ന ഏതാനും മാസങ്ങൾക്ക് നമ്മെ തേടിയെത്തുന്ന തെരഞ്ഞെടുപ്പിൽ മുന്നൊരുക്കം എന്ന നിലയിൽ ഓരോ വാർഡുകളിലും ലീഗ് സഭകൾ വിളിച്ചു ചേർത്തുകൊണ്ട് ഐക്യകണ്ഠേന ഒറ്റക്കെട്ടായി നമുക്ക് നിൽക്കുകയാണെങ്കിൽ വർഷങ്ങളോളമായി പതിറ്റാണ്ടുകളായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പള്ളിക്കര പഞ്ചായത്ത് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടേതായ ഒരു ഭരണസമിതി നമുക്ക് ഇവിടെ രൂപപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത്. കാരണം ഈ തീരദേശ മേഖലകളിൽ വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൻ്റെതായാലും MLAയുടേതായാലും വികസന പ്രവർത്തനങ്ങൾ നൽകാതെ അതിനൊരു മൊറട്ടോറിയം ഏർപ്പെടുത്തിക്കൊണ്ട് ഈ തീരദേശ മേഖലയിലേക്ക് വികസന പ്രവർത്തനങ്ങൾ എത്തിക്കില്ല എന്ന വാശിയോടുകൂടി പ്രവർത്തിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ സമീപനത്തെ വോട്ടുകൾ കൊണ്ട് പരാജയപ്പെടുത്തുന്ന രീതിയിലായിരിക്കണം ഇനിയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ. NA നെല്ലിക്കുന്ന് MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. മുസ്ലിം ലീഗ് ശാഖാ പ്രസിഡന്റ് കുഞ്ഞബ്ദുള്ള മാളികയിൽ ഏറ്റുവാങ്ങി. റിലീഫ് കമ്മിറ്റി ചെയർമാൻ KC ഷാഫി അധ്യക്ഷത വഹിച്ചു. കൺവീനർ MA നാസർ സ്വാഗതം പറഞ്ഞു. ഹാഫിൽ സക്കറിയ പുത്തൂർ പ്രാർത്ഥന നടത്തി. ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് KA ബക്കർ ആമുഖ ഭാഷണം നടത്തി. ട്രഷറർ മാഹിൻ പൂച്ചക്കാട് മുസ്ലിം ലീഗും റിലീഫും എന്ന വിഷയാവതരണം നടത്തി. സംസ്ഥാന മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി അംഗം PA അബൂബക്കർ ഹാജി, മുസ്ലിം ലീഗ് ഉദുമ മണ്ഡലം ജനറൽ സെക്രട്ടറി KB മുഹമ്മദ് കുഞ്ഞി, വൈസ് പ്രസിഡന്റ് സോളാർ കുഞ്ഞഹമ്മദ് ഹാജി, പള്ളിക്കര മുസ്ലിം പഞ്ചായത്ത് പ്രസിഡന്റ് സിദ്ദിഖ് പള്ളിപ്പുഴ, ജനറൽ സെക്രട്ടറി ചോണായി മുഹമ്മദ് കുഞ്ഞി, ട്രഷറർ ഷാഫി മൗൽ, വൈസ് പ്രസിഡന്റ് AM അബ്ദുൽ ഖാദർ, പ്രവാസി ലീഗ് ജില്ലാ പ്രസിഡന്റ് AP ഉമർ, കോയ മുഹമ്മദ്, KM മുഹമ്മദ് കുഞ്ഞി, TP കുഞ്ഞബ്ദുള്ള ഹാജി, ബഷീർ ബടക്കൻ, സത്താർ തൊട്ടി, മുക്കൂട് കുഞ്ഞഹമ്മദ് ഹാജി, ബഷീർ പൂച്ചക്കാട്, സാദാത്ത് പൂച്ചക്കാട്, മുഹമ്മദ് കുഞ്ഞി കുന്നുമ്മൽ, ബഷീർ മുഹമ്മദ് അലി, കണ്ടത്തിൽ അബ്ദുൽ ഖാദർ, മുഹാജർ കപ്പണ, മജീദ് പൂച്ചക്കാട്, സുബൈർ കുന്നുമ്മൽ, ഹസൈനാർ, ആമു ഹാജി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അജാനൂർ കടപ്പുറം റഹ്മാനിയ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി റമദാൻ കിറ്റ് വിതരണം ചെയ്തു. ജമാഅത്ത് പ്രസിഡന്റ് A ഹമീദ് ഹാജി വിതരണോദ്ഘാടനം നിർവഹിച്ചു. മഹല്ല് പരിധിയിലെ അർഹരെ കണ്ടെത്തി ജമാഅത്ത് കമ്മിറ്റി വർഷങ്ങളായി നിർവഹിച്ചു വരുന്ന റമദാൻ കിറ്റ് വിതരണം ഇത്തവണയും വിപുലമായി നടന്നു. വിതരണോദ്ഘാടനം ജമാഅത്ത് പ്രസിഡന്റ് A ഹമീദ് ഹാജി UAE വൈസ് പ്രസിഡന്റ് MK മുഹമ്മദ് കുഞ്ഞിക്ക് നൽകി നിർവഹിച്ചു. നമ്മുടെ ഗൾഫ് വാരം തിരഞ്ഞെടുത്ത
31 കുടുംബങ്ങൾക്ക് 6 സ്റ്റാഫ് അടക്കമുള്ള 31 കുടുംബങ്ങൾക്കും 19 ക്വാർട്ടേഴ്സിലെ ആളുകൾ കൂടിയിട്ടാണ് കിറ്റ് നൽകുന്നത്. ആ കിറ്റ് വിതരണത്തിൻ്റെ ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ബന്ധപ്പെട്ട ആളുകൾക്ക് ആരാണെന്ന് അറിയില്ല, അവരെ വീടുകളിലേക്ക് വൈകുന്നേരം കൊണ്ട് എത്തിക്കും. ഇതുമായി സഹകരിച്ച എല്ലാവർക്കും പഠിച്ചതുമായി തക്കതായ പരത്തിൽ അനുഗ്രഹിക്കട്ടെ. ഖത്തീബ് അഷ്റഫ് ദാരിമി പള്ളങ്കോട്, ജമാഅത്ത് സെക്രട്ടറി അബ്ബാസ് ഹാജി പാലായി, ട്രഷറർ KM അഹമ്മദ്, വൈസ് പ്രസിഡന്റുമാരായ KC ഹംസ, A അബ്ദുള്ള, സെക്രട്ടറിമാരായ CH മജീദ്, ജാഫർ പാലായി, UAE സെക്രട്ടറി KP അബ്ദുസമദ്, മജീദ് ഇട്ടമ്മൽ തുടങ്ങി ജമാഅത്തിലെ അംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഷാഫി തെരുവത്ത് രചിച്ച മക്ക മദീന പുണ്യഭൂമിയിലൂടെ എന്ന യാത്രാ വിവരണ പുസ്തകം പ്രകാശനം ചെയ്തു. എഴുത്തുകാരനും ചിത്രകാരനും ചന്ദ്രിക വാരാന്തി പതിപ്പ് എഡിറ്ററുമായ മുക്താർ ഉദരംപൊയിൽ പ്രകാശനം നിർവഹിച്ചു. ഷാഫി തെരുവത്ത് തന്റെ എഴുത്തിലാവട്ടെ, വാർത്തകൾ നൽകുന്നതിലാവട്ടെ, ഒരു പടം മാധ്യമങ്ങളിൽ കൊടുക്കുന്നതിൽ പോലും തന്റേതായ കാഴ്ചപ്പാടുണ്ടെന്ന് എഴുത്തുകാരനും ചിത്രകാരനുമായ മുക്താർ ഉദരംപൊയിൽ അഭിപ്രായപ്പെട്ടു. ഷാഫി തെരുവത്തിന്റെ മക്ക മദീന പുണ്യഭൂമിയിലൂടെ എന്ന യാത്രാ വിവരണ പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഷാഫി തെരുവത്ത് എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഞാൻ നേരിൽ പരിചയമല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് അദ്ദേഹത്തെ മനസ്സിലായി. കാരണം എൻഡോസൾഫാൻ വിഷയവുമായി ബന്ധപ്പെടുത്തി ഉള്ള വായനകളിലും ഇടപെടലിലും ഒക്കെ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു പേരാണ് ഷാഫി തെരുവത്ത്. ഞാൻ ഈ പരിപാടിയുടെ പോസ്റ്റർ ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു അധ്യാപകൻ, കോളേജ് അധ്യാപകനാണ്, അദ്ദേഹം എന്നോട് ചോദിച്ചത്, ഈ ഷാഫി തെരുവത്ത് എന്ന് പറയുന്നത് നമ്മളെ എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ട ഫോട്ടോ എടുത്ത ആളല്ലേ? പുലിക്കുന്നിലെ ജില്ലാ ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം അധ്യക്ഷത വഹിച്ചു. സാഹിത്യവേദി പ്രസിഡന്റ് AS മുഹമ്മദ് കുഞ്ഞി പുസ്തകം ഏറ്റുവാങ്ങി. പത്മനാഭൻ ബ്ലാത്തൂർ, MA ലത്തീഫ്, CL ഹമീദ്, അസീസ് കടപ്പുറം, രേഖ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. ഷാഫി തെരുവത്ത് മറുപടി പ്രസംഗം നടത്തി. MV സന്തോഷ് സ്വാഗതവും എരിയാൽ ഷെരീഫ് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കർഷകർക്കും സ്വയം സഹായ സംഘങ്ങൾക്കുമായി വായ്പാ മേള സംഘടിപ്പിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ബ്രാഞ്ചുകൾ ഒരുമിച്ചാണ് അഗ്രി എക്സ്പോ പരിപാടിയിൽ പങ്കെടുത്തത്. ലോൺ ആവശ്യക്കാരിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെല്ലുക എന്നുള്ള ആശയം മുൻനിർത്തിയാണ് വായ്പാ മേള പരിപാടി സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും അവരവരുടെ ആവശ്യത്തിന് വേണ്ടുന്ന സാധനങ്ങൾ എല്ലാവരും കൃഷി ചെയ്യുക, ഉത്പാദിപ്പിക്കുക. മിച്ചോത്പാദനം എന്നുള്ളത് ഭാവിയിലേക്ക് സൂക്ഷിച്ചു വെക്കുക എന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ഇല്ലാത്തവരിലേക്ക് വിതരണം ചെയ്യുക, ഉൽപ്പന്നമായിട്ട് തന്നെ വിതരണം ചെയ്യുക എന്നത് മാത്രമായിരുന്നു കേരളത്തിന്റെ ഒരു രീതി. കാരണം എല്ലാവർക്കും എല്ലായിടത്തും കൃഷി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇന്നത് മാറിയിട്ട് ലോകത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ, കാരണം കാർഷിക മേഖലയിലേക്ക് അടക്കം ബഹുരാഷ്ട്ര കമ്പനികളൊക്കെ കടന്നു വരികയും. പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് M കുമാരൻ, പഞ്ചാബ് നാഷണൽ ബാങ്ക് ചീഫ് മാനേജർ പ്രവീൺ കുമാർ, DIC ജനറൽ മാനേജർ സജിത് കുമാർ, AEF സോണൽ കോർഡിനേറ്റർ വിപിൻ B, അനിൽകുമാർ, CDS ചെയർപേഴ്സൺ സുജനി K, സൂര്യ ജാനകി, മാതൃക നെൽ കർഷകൻ വിനോദ് KP എന്നിവർ സംസാരിച്ചു. PNP കാഞ്ഞങ്ങാട് മാനേജർ സോളി P സ്വാഗതവും പൊന്നാച്ചി ബ്രാഞ്ച് മാനേജർ കലേഷ് PK നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ 12ഓളം വിവിധ സ്റ്റാളുകൾ സജ്ജമാക്കിയിരുന്നു. പൊതുജന പങ്കാളിത്തം കൊണ്ട് പരിപാടി ഏറെ ശ്രദ്ധേയമായി മാറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഏരിയ കൺവെൻഷൻ AK നാരായണൻ നഗറിൽ നടന്നു. CITU ജില്ലാ പ്രസിഡന്റ് മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഏരിയ കൺവെൻഷൻ അടൂട്ട് AKG ഭവനിൽ AK നാരായണൻ നഗറിൽ നടന്നു. വെള്ളിക്കൂത്ത് ജംഗ്ഷനിൽ ഏരിയ പ്രസിഡന്റ് M പൊക്ലന്റെ അധ്യക്ഷതയിൽ പതാക ഉയർത്തി. CITU ജില്ലാ പ്രസിഡന്റ് P മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ മോട്ടോർ മേഖലകൾക്കും സൃഷ്ടിക്കുന്ന പ്രത്യാഘാതം എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയ വിലക്ക് സ്വകാര്യ കമ്പനികളെ ഇവിടെ കൊണ്ടുവന്ന് മോട്ടോർ മേഖലകൾക്ക് യഥേഷ്ടം അനുമതി നൽകുകയും അതിന്റെ ഭാഗമായി
നിരവധിയായിട്ടുള്ള മറ്റ് സൗകര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ജനങ്ങൾ ആ സ്വകാര്യ മേഖലയെ ആശ്രയിക്കുന്ന നില വന്നാൽ നമ്മുടെ മേഖലക്കകത്ത് വമ്പിച്ച പ്രയാസം ഉണ്ടാകും എന്ന കാര്യത്തിൽ ആർക്കുമില്ല. ആ പ്രയാസമാണ് പല മേഖലക്കകത്തും നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സമാനമായ നിലയിൽ നമ്മുടെ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ വിലവർദ്ധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓട്ടോ തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി ഉണ്ണി നായർ, CITU ഏരിയ സെക്രട്ടറി KV രാഘവൻ, ഓട്ടോ തൊഴിലാളി ജില്ലാ കമ്മിറ്റി അംഗം UK പവിത്രൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്തെ ഓട്ടോറിക്ഷകളിൽ സൗജന്യ യാത്രാ സ്റ്റിക്കർ പതിക്കണമെന്നുള്ള ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവ് പിൻവലിക്കുക, ഇന്ധനവില കുറയ്ക്കുക, മോട്ടോർ വാഹന നിയമ ഭേദഗതി 2019 തെറ്റായ നിർദ്ദേശങ്ങൾ പിൻവലിക്കുക, മോട്ടോർ തൊഴിലാളികൾക്ക് ദേശീയ അടിസ്ഥാനത്തിൽ ക്ഷേമനിധി പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ച് 24 നടക്കുന്ന പാർലമെന്റ് മാർച്ച് വിജയിപ്പിക്കുക, കാഞ്ഞങ്ങാട് നഗരത്തിൽ ഫ്ലൈ ഓവർ നിർമ്മിക്കുക, നിരന്തരമായ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുക, കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഓവുചാലുകൾ നിർമ്മിച്ച് മലിനജലം കെട്ടിക്കിടന്ന് ദുർഗന്ധമുണ്ടാക്കുന്നത് റെയിൽവേ അധികൃതർ ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ കൺവെൻഷൻ പ്രമേയത്തിലൂടെ അധികാരികളോട് ഉന്നയിച്ചു. ഉണ്ണി പാലത്തിങ്കാൽ രക്തസാക്ഷി പ്രമേയവും KV സുനിൽകുമാർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി CH കുഞ്ഞമ്പു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. രാഘവൻ പള്ളത്തിങ്കാൽ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടത്തി. M പൊക്ലൻ പ്രസിഡന്റായും C ബാലകൃഷ്ണൻ, സരസൻ പെരളം, MK രാജൻ, PK ഫൈസൽ, ദിനേശൻ ആവിയിൽ എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും തെരഞ്ഞെടുക്കപ്പെട്ടു. സെക്രട്ടറിയായി P രാഘവൻ, ജോയിന്റ് സെക്രട്ടറിമാരായി UK പവിത്രൻ, ഉണ്ണി പാലത്തിങ്കാൽ, സുനിൽകുമാർ KV, U പ്രകാശൻ, രാജീവൻ കണ്ണിക്കുളങ്ങര, ട്രഷററായി CH കുഞ്ഞമ്പു എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അവിഭക്ത കണ്ണൂർ ജില്ലയിലെ തീരദേശ മേഖലയിലെ വികസന പ്രവർത്തനങ്ങളിൽ സജീവ നേതൃത്വം വഹിച്ചിരുന്ന പടന്ന ഓരിയിലെ V കുഞ്ഞമ്പാടി മാസ്റ്ററുടെ 14ാം ചരമവാർഷികം പടന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓരിയിൽ നടന്നു. ഇന്ദിരാജി സ്മാരക മന്ദിരത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. പടന്ന, ചെറുവത്തൂർ, വലിയപറമ്പ് മേഖലയിലെ തീരദേശ ഭാഗങ്ങളിൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച കോൺഗ്രസ് നേതാവും കാസർഗോഡ് DCC മുൻ ട്രഷററുമായ ഓരി V കുഞ്ഞമ്പാടി മാസ്റ്ററുടെ അനുസ്മരണ ഭാഗമായി ഓരിയിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. ഇന്ദിരാജി സ്മാരക മന്ദിരത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. അതിന്റെ പ്രാരംഭഘട്ടം എന്നുള്ള നിലയ്ക്ക് അതിന് ഇവിടുത്തെ അമ്പാടി മാസ്റ്റർ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. പിന്നീട് അത് പൂർത്തീകരിക്കപ്പെട്ടത് ശ്രീ MP ഗംഗാധരൻ ജലസേന വകുപ്പ് മന്ത്രിയായിരിക്കുകയാണ്. അദ്ദേഹമാണ് കേരളത്തിൽ ആദ്യമായി വാട്ടർ അതോറിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കിയത്. അപ്പോൾ ആ വാട്ടർ അതോറിറ്റിയുടെ കീഴിലാണ് ഇന്നിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ജലമിഷൻ ഉണ്ട്. പക്ഷെ കേരളത്തിൽ കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ അന്ന് വലിയ ആരോപണം, ജപ്പാൻ കുടിവെള്ള പദ്ധതി കൊണ്ടുവന്ന് പൈപ്പ് വാങ്ങിച്ച് ഗംഗാനദിയിൽ ഒരു ആക്ഷേപം വന്നെങ്കിലും കേരളത്തിന്റെ പല ഭാഗത്തും കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയ MP ഗംഗാനദി. പടന്ന മണ്ഡലം പ്രസിഡന്റ് K സജീവൻ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി KP പ്രകാശൻ, സേവാദൾ സംസ്ഥാന അധ്യക്ഷൻ രമേശൻ കരുവാച്ചേരി, തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ K കുഞ്ഞമ്പു, AG ഖമറുദ്ദീൻ, വിവിധ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ K ബാലകൃഷ്ണൻ, M മനോഹരൻ, K അശോകൻ, ചെറുവത്തൂർ ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് V കൃഷ്ണൻ മാസ്റ്റർ, V നാരായണൻ, KV ജതീന്ദ്രൻ, മാമുനി രവി, മലപ്പിൽ സുകുമാരൻ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കടുക്കട്ടി എന്ന് പറയാറുള്ള കണക്കിനെ മഞ്ചാടിയുടെ കൈപിടിച്ച് തങ്ങളുടെ വരുതിയിലാക്കി കുട്ടികൾ. കണക്ക് എളുപ്പമാക്കാൻ സംസ്ഥാന സർക്കാർ കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ മുഖേന പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മഞ്ചാടി. ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ചിന്താ പ്രക്രിയയ്ക്ക് ഊന്നൽ നൽകി കളിച്ചും കൂട്ടുകൂടിയും കണക്ക് പഠിപ്പിക്കുന്ന മഞ്ചാടിയിലൂടെ കുട്ടികൾ സ്വയം ഗണിതാശയങ്ങളിലേക്ക് എത്തും. പദ്ധതിയിലൂടെ കുട്ടികളെ വെട്ടിലാക്കിയായിരുന്ന കണക്ക് അവരുടെ പ്രിയ വിഷയമായി മാറുകയാണ്. മഞ്ചാടി പദ്ധതിയുടെ നൂതന രീതിയെപ്പറ്റിയും കുട്ടികളുടെ നേരനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനായി വിദ്യാകാരണം മിഷന്റെ നേതൃത്വത്തിൽ ചെറുവത്തൂർ ഉപജില്ലയിൽ മഞ്ചാടി ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. പിലിക്കോട് പടുവള്ളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ഏകദിന സെമിനാർ M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഡിഗ്രി കോളേജിനോടൊപ്പം ഉണ്ടാകുമ്പോൾ തന്നെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് എങ്ങനെ പ്രോത്സാഹിപ്പിക്കാമെന്ന ഒരു പരീക്ഷണം നടത്തിയ സംസ്ഥാനമാണ്. അതാണ് 1980 മുതലേ LDF ഗവൺമെന്റാണ്, നായനാറാണ് മുഖ്യമന്ത്രി. ആ 80 മുതലേ ഗവൺമെന്റാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സ് കേരളത്തിൽ നടപ്പിലാക്കിയത്. 83
അപ്പൊ ആ VHSC കൊണ്ടുവന്നപ്പോ പക്ഷേ രക്ഷിതാക്കൾ ആ ഒരു അർഹിക്കുന്ന രീതിയിൽ സ്വീകാര്യ കുട്ടികൾക്കാണെങ്കിൽ VHSC ചെയ്യുന്നതിനേക്കാളും പ്രിഡിഗ്രിക്ക് പോലാണ് ഒരു ക്രെഡിറ്റ് ആയിട്ട് അവർ കണ്ടത്. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി അധ്യക്ഷത വഹിച്ചു. വിദ്യാകിരണം മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഡോക്ടർ C രാമകൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ VV സുലോചന, പഞ്ചായത്ത് അംഗം V പ്രദീപ്, വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ M സുനിൽകുമാർ, ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ രഘുറാം ഭട്ട, ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡൊമേഷ്യൻ പൊന്നത്തിരിയൻ, സമഗ്ര ശിക്ഷ ജില്ലാ പ്രോഗ്രാം ഓഫീസർ T പ്രകാശൻ, ഡയറ്റ് ഫാക്കൽറ്റി A ഗിരീഷ് ബാബു, മഞ്ചാടി കോർഡിനേറ്റർ KK ശിവദാസൻ, K ഡിസ്ക് നാഷണൽ റിസോഴ്സ് ഗ്രൂപ്പ് അംഗം EK ഷാജി, ഡോക്ടർ അമൃത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. അതിഞ്ഞാൽ അരയാൽ ബ്രദേഴ്സ് ക്ലബ് ഓഫീസ് ഉദ്ഘാടനം നടന്നു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം മുഹമ്മദ് റാഫി ഉദ്ഘാടനം നിർവഹിച്ചു. അതിഞ്ഞാൽ അരയാൽ ബ്രദേഴ്സ് ക്ലബ് ഓഫീസ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം മുഹമ്മദ് റാഫി ഉദ്ഘാടനം ചെയ്തു. ഇപ്പം ഞാൻ ഇതിലെ പാസ് ചെയ്യുമ്പോഴും ഞാൻ ആ കബറിലേക്ക് വളരെ ശ്രമിച്ചില്ല. അതുപോലെ നമ്മളെല്ലാവരും മനുഷ്യന് വേണ്ടി ദ്വാരക്കണപ്പോൾ അതിന് വിഷയം നമ്മൾ ഒരു കൂടപ്പറപ്പിനെ കണക്കിയായിരുന്നു ഉണ്ടായത്. ഇവിടെ വരുമ്പോൾ ആക്സിഡന്റ് കൊട്ടുന്നതായിരുന്നു ഞാൻ ചായയും അതുപോലെ ഭക്ഷണമൊക്കെ കൊണ്ടത്. പരിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയ ഹാഫിദ്മാരായ ഹംദാൻ ഇബ്രാഹിം, മുഹമ്മദ് സയാൻ എന്നിവരെ തെരുവത്ത് മുസ ഹാജി, ഡോക്ടർ അബൂബക്കർ എന്നിവർ അരയാൽ ബ്രദേഴ്സിന്റെ സ്നേഹാദരവും ക്യാഷ് അവാർഡും ഹമീദ് K മൗവലും ജിദ്ദ അബ്ദുള്ള ഹാജിയും നൽകി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഷൂട്ടൌട്ട്, കാരംസ് മത്സരങ്ങളിലെ വിജയികൾക്കുള്ള ട്രോഫി ലോഞ്ചിംഗ് കൂളിക്കാട് സെറാമിക് MD ഹബീബ് കൂളിക്കാട് നിർവഹിച്ചു. ക്ലബ്ബ് പതാക പ്രസിഡന്റ് ഹമീദ് K മൗവൽ ഉയർത്തി. പാലാട്ട് ഹുസൈൻ ഹാജി, അഹമ്മദ് അഷ്റഫ് ഹന്ന, PM ഫാറൂഖ് ഹാജി, M ഹമീദ് ഹാജി, സൽമാൻ ഫാരിസ്, ബഷീർ ചിത്താരി, ഹമീദ് ചേരക്കാടത്ത്, P അബ്ദുൽ കരീം, PP അബ്ദുൾ റഹ്മാൻ, PM ഷുക്കൂർ, മുഹമ്മദ് കുഞ്ഞി ചിത്താരി എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് ഹമീദ് മൗവൽ അധ്യക്ഷത വഹിച്ചു. ഷൗക്കത്ത് കോയാപ്പള്ളി സ്വാഗതവും ഖാലിദ് അറബിക്കാടത്ത് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള കൂടി. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. Dedication, determination and dignity. കാഞ്ഞങ്ങാട് DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സ്പെഷ്യൽ ബിഗ് സെയിൽ ജനുവരി 10 മുതൽ ഫെബ്രുവരി 10 വരെ. മലബാറിന്റെ പ്രൗഢിക്ക് മാറ്റുകൂട്ടുന്ന ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സെയിലിന്റെ ഭാഗമായി 50% വരെ ഡിസ്കൗണ്ട്. ഇഷ്ട ഫർണിച്ചർ തടസ്സങ്ങളില്ലാതെ വാങ്ങാൻ ഈസി EMI സൗകര്യം. പഴയ ബെഡ് മാറ്റി പുതിയത് വാങ്ങാൻ മെഗാ എക്സ്ചേഞ്ച് ഓഫർ. ഓരോ 10,000 രൂപയുടെ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ആനിവേഴ്സറി സ്പെഷ്യൽ ഗിവവേയിൽ പങ്കെടുക്കാൻ 9605858326 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ DNG എന്ന് മെസ്സേജ് ചെയ്യുക. നിർദ്ദേശങ്ങൾ പാലിക്കുക. 4ന്റെ നിറവിൽ നാടിതുവരെ കാണാത്ത തകർപ്പൻ ഓഫറുമായി DNG ഫർണിച്ചർ, കാഞ്ഞങ്ങാട്. വാർത്തകൾ തുടരുന്നു. വെള്ളിക്കുത്ത് സ്കൂളിൽ പ്രീ പ്രൈമറി കലോത്സവം സംഘടിപ്പിച്ചു. കിലുക്കം 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കുട്ടികളുടെ വിവിധ കലാപരിപാടികളാൽ ശ്രദ്ധേയമായി. വെള്ളിക്കോത്ത് മഹാകവി P സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കിലുക്കം 2025 എന്ന പേരിൽ പ്രീ പ്രൈമറി കലോത്സവം സംഘടിപ്പിച്ചു. വെള്ളിക്കോത്ത് യങ്മൻസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ കവയിത്രിയും ചലച്ചിത്ര താരവുമായ CP ശുഭ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞുങ്ങളും എല്ലാ മനുഷ്യരിലും കുട്ടിയുണ്ട്, ഉറപ്പാണ്. നമ്മളെല്ലാവരിലും കുട്ടിയുണ്ട്. അപ്പൊ നമ്മളൊക്കെ ഒരു കവിത കുട്ടികളും വലിയവരും ഒരുപോലെ ചൊല്ലണം എന്നുള്ളൊരു അഭ്യർത്ഥന മുമ്പോട്ട് വെക്കാനുള്ളത്. കവിത P കുഞ്ഞിരാമൻ നായരുടെ ഉറങ്ങുക എന്ന കവിത. ഉണ്ണിയുറങ്ങുക ചാലേ ഇലത്തൊട്ടിൽ പൂമുട്ടുപോലെ. വരി കിട്ടി പറയില്ല. ഉണ്ണിയുറങ്ങുക ചാലേ
ഇലത്തൊട്ടിലെ പൂവൊട്ടുപോലെ. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമർ അധ്യക്ഷത വഹിച്ചു. വിദ്യാലയത്തിലെ ഗൈഡ്സ് യൂണിറ്റിൽ നിന്നും ഈ വർഷം രാജ്യ പുരസ്കാർ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ ദാമോദരൻ നിർവഹിച്ചു. പ്രീ പ്രൈമറി ടാലന്റ് സെർച്ച് സ്കോളർഷിപ്പ് പരീക്ഷയിൽ വിജയിച്ച കുട്ടികൾക്കുള്ള അനുമോദനവും പൂർവ്വ വിദ്യാർത്ഥിയും കവിയുമായ വിനു വേലാശ്വരത്തിന്റെ വെയിൽ രൂപങ്ങൾ എന്ന കവിതാ സമാഹാരം സ്കൂൾ ലൈബ്രറിയിലേക്ക് ഏറ്റുവാങ്ങുന്ന ചടങ്ങും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മീന നിർവഹിച്ചു. സ്കൂൾ വികസന സമിതി ചെയർമാൻ എം പൊക്ലൻ, SMC ചെയർമാൻ മൂലക്കണ്ടം പ്രഭാകരൻ, PTA പ്രസിഡന്റ് S ഗോവിന്ദരാജ്, മദർ PTA പ്രസിഡന്റ് സനീജ അജീൻ, യങ്മൻസ് ക്ലബ്ബ് പ്രസിഡന്റ് PP കുഞ്ഞികൃഷ്ണൻ നായർ, നെഹ്റു സർഗവേദി പ്രസിഡന്റ് KV രാജേഷ്, പ്രിൻസിപ്പൽ ഇൻചാർജ് സിജു K ബാനു, സീനിയർ അസിസ്റ്റന്റ് AC അമ്പിളി, സ്റ്റാഫ് സെക്രട്ടറി V സുരേശൻ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക സരള ചെമ്മഞ്ചേരി സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ KV മനോജ് നന്ദിയും പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിൽ പ്രീ പ്രൈമറി കലോത്സവം സംഘടിപ്പിച്ചു. കിളിക്കൊഞ്ചൽ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കുട്ടികളിൽ ആവേശമുണർത്തി. ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ചിന്താ പ്രക്രിയയ്ക്ക് ഊന്നൽ നൽകി കളിച്ചും കൂട്ടുകൂടിയും കണക്ക് പഠിപ്പിക്കുന്ന മഞ്ചാടിയിലൂടെ കുട്ടികൾ സ്വയം ഗണിതാശയങ്ങളിലേക്ക് എത്തും. പദ്ധതിയിലൂടെ കുട്ടികളെ വെട്ടിലാക്കിയായിരുന്ന കണക്ക് അവരുടെ പ്രിയ വിഷയമായി മാറുകയാണ്. മഞ്ചാടി പദ്ധതിയുടെ നൂതന രീതിയെപ്പറ്റിയും കുട്ടികളുടെ നേരനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനായി വിദ്യാകാരണം മിഷന്റെ നേതൃത്വത്തിൽ ചെറുവത്തൂർ ഉപജില്ലയിൽ മഞ്ചാടി ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. പിലിക്കോട് പടുവള്ളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ഏകദിന സെമിനാർ M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത് നമ്മൾ ഡിഗ്രി കോളേജിനോടൊപ്പം ഉണ്ടാകുമ്പോൾ തന്നെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് എങ്ങനെ പ്രോത്സാഹിപ്പിക്കാമെന്ന ഒരു പരീക്ഷണം നടത്തിയ സംസ്ഥാനമാണ്. അതാണ് 1980 മുതലേ LDF ഗവൺമെന്റാണ്, നായനാറാണ് മുഖ്യമന്ത്രി. ആ 83 ഗവൺമെന്റാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സ് കേരളത്തിൽ നടപ്പിലാക്കിയത്. 83. അപ്പൊ VHSC കൊണ്ടുവന്നപ്പോൾ പക്ഷേ രക്ഷിതാക്കൾ ആ ഒരു അർഹിക്കുന്ന ഗൗരവത്തോടെ ആ രീതിയിൽ സ്വീകാര്യമായി. കുട്ടികൾക്കാണെങ്കിൽ VHSC ചെയ്യുന്നതിനേക്കാൾ ഡിഗ്രിക്ക് പോലാണ് ഒരു ക്രെഡിറ്റ് ആയിട്ട് അവർ കണ്ടത്. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി അധ്യക്ഷത വഹിച്ചു. വിദ്യാകിരണം മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഡോക്ടർ C രാമകൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ VV സുലോചന, പഞ്ചായത്ത് അംഗം V പ്രദീപ, വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ M സുനിൽകുമാർ, ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ രഘുറാം ഭട്ട, ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡൊമേഷ്യൻ പൊന്നത്തിരിയൻ, സമഗ്ര ശിക്ഷ ജില്ലാ പ്രോഗ്രാം ഓഫീസർ T പ്രകാശൻ, ഡയറ്റ് ഫാക്കൽറ്റി A ഗിരീഷ് ബാബു, മഞ്ചാടി കോർഡിനേറ്റർ KK ശിവദാസൻ, K ഡിസ്ക് നാഷണൽ റിസോഴ്സ് ഗ്രൂപ്പ് അംഗം EK ഷാജി, ഡോക്ടർ അമൃത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പാണത്തൂർ മഞ്ഞടുക്കം കോവിലകം തുളുർവനത്ത ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവം. പുക്കാറ് സംഘം ഞായറാഴ്ച കാട്ടൂർ വീട്ടിലെത്തും. പാണത്തൂർ കിഴക്കൂലോ മഞ്ഞടുക്കം കോവിലകം ശ്രീ തുളുർവനത്ത ഭഗവതി ക്ഷേത്രത്തിന്റെ 3-ാം നാളിൽ നാട്ടുകാരുടെ കലശം നടന്നു. കലശം എഴുന്നള്ളത്തിനാവശ്യമായ പൂക്കുല, കരിക്ക് എന്നിവ കല്ലപ്പള്ളിയിൽ നിന്നും എഴുന്നള്ളിച്ചു. മൂത്തേടത്ത് കുതിര, ഇളയടത്ത് കുതിര എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു എഴുന്നള്ളത്ത് നടന്നത്. മഞ്ഞടുക്കം കോവിലത്തെ കളിയാട്ടത്തിന്റെ 3-ാം ദിനമായിരിക്കുന്ന ഇന്ന് മഞ്ഞടുക്കം ക്ഷേത്രത്തിൽ നിന്ന് നാട്ടുകാരുടെ കലശവും മാഞ്ഞാൽമ അരങ്ങിൽ വരുന്ന ദിവസമാണ്. അതുകൊണ്ട് തീയ സമുദായത്തിലെ ഈ ദേശത്തിലെ മുഴുവൻ ആൾക്കാരും സഹകരിച്ച് വന്ന് ഞായറാഴ്ച മുന്നായരീശ്വരന്റെ വെള്ളാട്ടം അരങ്ങിലെത്തും. രാത്രി കരിന്ദ്രായർ, പുലിമാരൻ, വേട്ടക്കുരുമകൻ ദൈവങ്ങളുടെ വെള്ളാട്ടം നടക്കും. തുടർന്നുള്ള ദിവസങ്ങളിലും വിവിധ തെയ്യങ്ങൾ കെട്ടിയാടും. കല്യാൺ റോഡ് കൊറഗജൻ ക്ഷേത്രത്തിൽ കൊറഗജൻ തെയ്യം കെട്ടിയാടി. നാടിന്റെ നാനാഭാഗത്തു നിന്നും അനുഗ്രഹം ഏറ്റുവാങ്ങാൻ എത്തിയത് നിരവധി ഭക്തർ. തെയ്യങ്ങളുടെ നാടായ ഉത്തര മലബാറിൽ ചമയത്തിലും ചടങ്ങിലും വ്യത്യസ്തത പുലർത്തുന്ന അനുഷ്ഠാന കലാരൂപമാണ് കൊറഗജൻ തെയ്യം. കാഞ്ഞങ്ങാട് പ്രദേശത്തെ ഏക കൊറഗജൻ ക്ഷേത്രമായ കല്യാൺ റോഡ് കൊറഗജൻ ക്ഷേത്രത്തിൽ കൊറഗജൻ തെയ്യം കെട്ടിയാടി.
നാടിന്റെ നാനാഭാഗത്തു നിന്നും നൂറുകണക്കിന് ഭക്തരാണ് തെയ്യം കാണാനെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നമ്മുടെ കുട്ടികൾ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന പലതരത്തിലുള്ള കലാവാസനകളാണ് പ്രകടിപ്പിക്കാറുള്ളത്. ഇത്തരത്തിലുള്ള ഒരു മനോഹര ദൃശ്യമാകട്ടെ ഇനി. പിലിക്കോട് കരക്കേരുവിലെ ധ്യാൻ, അഭിലാഷ്, വൈദേഹി, വിനോദ്, ധ്രുവ്നന്ദ്, അനീഷ്, ധാർമിക്, ഷാജി എന്നിവരാണ് രസകരമായ വീഡിയോയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ സിറ്റി ചാനൽ ജില്ലാ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. അതിനുശേഷം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കാണാം. നന്ദി, നമസ്കാരം. കാസർഗോഡ് വാട്സപ്പിലൂടെ 21-കാരിയെ മുത്തലാഖ് ചൊല്ലി ഭർത്താവ്. കല്ലൂരാവി സ്വദേശിനിയായ യുവതിയെ നെല്ലിക്കട്ട സ്വദേശി അബ്ദുൾ റസാഖാണ് വാട്സപ്പ് സന്ദേശത്തിലൂടെ മുത്തലാഖ് ചൊല്ലിയത്. കാഞ്ഞങ്ങാട് ബംഗ്ലാദേശ് പൗരൻ അറസ്റ്റിൽ. ബെല്ല ആലയിൽ പൂടംകല്ലിലെ ക്വാർട്ടേഴ്സിൽ അനധികൃതമായി താമസിച്ചു വരികയായിരുന്ന അത്യാർ റഹ്മാനെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡാണ് അറസ്റ്റ് ചെയ്തത്. കാസർഗോഡ് സ്കൂളിൽ 10ാം ക്ലാസ് സെന്റ് ഓഫ് ആഘോഷമാക്കാൻ കഞ്ചാവ് പാർട്ടി. കാസർഗോഡ് സ്റ്റേഷൻ പരിധിയിലെ ഒരു സ്കൂളിലെ കുട്ടികളാണ് കഞ്ചാവ് പാർട്ടി നടത്തിയത്. 2.5 പതിറ്റാണ്ട് കഴിഞ്ഞെത്തിയ തൃക്കരിപ്പൂർ രാമവല്യം കഴകം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ രേഖപ്പെടുത്തലുകൾ ഉൾപ്പെടുത്തിയുള്ള വില്ലകം സുവനീർ പ്രകാശനം ചെയ്തു. ചെങ്കള പഞ്ചായത്ത് നാരമ്പാടിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ തീപിടുത്തത്തിൽ ഒഴിവായത് വൻ ദുരന്തം. സംഭവത്തിൽ വിദ്യാനഗർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇന്റർനാഷണൽ കോൺഗ്രസ് കോഴമ്പള്ളൂർ മണ്ഡലം വയമ്പ് ആനക്കല്ല് വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു. കളൂത്ത് എക്കാൽ തറവാട് ശ്രീ മനാട്ടുകുലവൻ ദേവസ്ഥാനം തെയ്യങ്കെട്ട് മഹോത്സവത്തിന് 9-ന് തുടക്കമാവും. ജൈവ വെള്ളരി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. പൂച്ചക്കാട് ശാഖ, മുസ്ലിം ലീഗ്, KMCC എന്നിവർ സംയുക്തമായി റംസാൻ കിറ്റ് വിതരണം ചെയ്തു.